ഇഷ്ടം പോലെ വീഡിയോസ് ബെസ്റ്റ് ഫോൺസിനെ പറ്റി അവൈലബിൾ ആണ്. അത് നമ്മുടെ ചാനലിൽ നോക്കുകയാണെങ്കിൽ പോലും 15,000 റുപ്പീസിനും 20,000 റുപ്പീസിനും 30,000 റുപ്പീസിനൊക്കെ ഇഷ്ടം പോലെ ഫോൺസ് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. എന്നാൽ ഈ ഒരു പ്രൈസ് പോയിന്റിലൊക്കെ മേടിക്കാൻ പറ്റിയ ദി വേസ്റ്റ് ഫോൺസിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് മോശം ഫോൺസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യാത്ത മോഡൽസിനെ പറ്റിയാണ് ഇന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അതിൻ്റെ റീസണും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്ന് മെൻഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോൺ മോഡൽ നിങ്ങളിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഓപ്പോൻ്റെ F27 Pro Plus എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ഒട്ടും തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് പോയിന്റ് 28,000 റുപ്പീസ് ആണ്. ആ ഒരു പ്രൈസ് പോയിന്റിന് Dimensity 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ്, 15,000 രൂപയ്ക്ക് CMF Phone 1 എന്ന് പറയുന്ന ഡിവൈസ്, ഈ ഒരു ഡിവൈസിൽ നമുക്ക് കിട്ടുന്ന ചിപ്സെറ്റ് ആണ്. പിന്നെ ഈ ഒരു ഡിവൈസിനെ പറ്റി വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ ബട്ടണിൽ വീഡിയോ എടുത്തേക്കാം. ഈ ഒരു ഡിവൈസിൽ കിട്ടുന്ന സെയിം ചിപ്സെറ്റ് ആണ് നമുക്ക് ഓപ്പോ 28,000 റുപ്പീസിന് ഓഫർ ചെയ്യുന്നത്. ചിപ്സെറ്റ് പോട്ടെ ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ എന്ന് പറയാൻ പറ്റും. എന്നാൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറയിൽ OIS കൊടുത്തിട്ടില്ല. അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ് കിട്ടുന്നത്. ഇതേ സെയിം സെൻസറാണ് ഓപ്പോ 15,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കുള്ള ഫോൺസിലൊക്കെ കൊടുക്കുന്നത്. അതേസമയത്ത് റിയൽമി 16 മെഗാ പിക്സലൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഉള്ള ഫോൺസ് മേടിക്കാൻ പറ്റും. എന്നാൽ ഓപ്പോന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 8 മെഗാ പിക്സലാണ്. ക്വാളിറ്റി വളരെ മോശമാണ്. പല കമ്പാരിസൺ വീഡിയോസും ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ക്വാളിറ്റി വൈസ് വളരെ മോശമാണ് ഓപ്പോന്റെ F27 Pro Plus എന്ന് പറയുന്ന ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ. എന്നാൽ ഈ ഒരു ഫോണിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഇതിന്റെ ബിൽഡാണ്. ബിൽഡ് അത്യാവശ്യം നല്ലതാണ്. മാത്രമല്ല ഈ ഒരു ഫോണിന്റെ IP റേറ്റിംഗും അത്യാവശ്യം നല്ലതാണ്. എന്നാൽ ഈ ഒരു IP റേറ്റിംഗ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു IP റേറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഈ ഒരു ഫോണും കൊണ്ട് വെള്ളത്തിൽ ചാടുകയാണ്. ആൻഡ് വെള്ളത്തിൽ ചാടുമ്പോൾ തന്നെ ഈ ഫോണിൻ്റെ അകത്ത് വെള്ളം കയറി ഫോൺ ഡാമേജ് ആവുകയാണെങ്കിൽ ഇനി എത്ര വലിയ IP റേറ്റിംഗ് ആണെങ്കിലും ഫോൺ ബ്രാൻഡ്സ് ഒന്നും തന്നെ തരത്തില്ല. അതായത് വാറണ്ടി കിട്ടത്തില്ല വാട്ടർ ഡാമേജിന്. അതിനിപ്പോൾ എത്ര IP റേറ്റിംഗ് ഉള്ള ഡിവൈസ് ആയാലും. അതുകൊണ്ട് ഇനി ഇതൊക്കെ ഒരു ഗിമിക്കാണ്. ക്യാമറ പെർഫോമൻസും ബാക്കിയുള്ള സ്പെസിഫിക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ വർത്തായിട്ട് ഫീൽ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഫോണാണ്, അതും ഓപ്പോന്റെ സൈഡിൽ നിന്നാണ്. ഓപ്പോ Reno 12 Pro എന്ന് പറയുന്ന ഡിവൈസ് ആണ്. റീസെന്റ് ഇറങ്ങിയ ഡിവൈസ് ആണ്. അതിന്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിലും Dimensity 7300 ആണ്. വളരെ മോശം പെർഫോമൻസ് ആണ്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും ഫാർ ബെറ്റർ പെർഫോമൻസ് ഉള്ള ഫോൺസ് മേടിക്കാൻ പറ്റും. പിന്നെ Reno സീരീസിന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ക്യാമറയാണ്. പക്ഷേ Dimensity 7300 ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസിലും എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ Reno സീരീസും ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാറില്ല. മുൻപുള്ള Reno സീരീസ് ഒക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. കാരണം അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ഒക്കെ കൊടുത്തൊരു കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ Reno സീരീസ് ഒട്ടും തന്നെ വರ್ತല്ല. പിന്നെ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ അടുത്ത ഫോൺ പറയുന്നുമ്പേ നമ്മുടെ ഈ ഒരു പേജ് എന്ന് പറയുന്നത് റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫോൺസിനെ പറ്റി ഫോൺ മോസ് അല്ല, പിന്നെ വേറെ ആരും പറഞ്ഞിരുത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഫോണാണ് OnePlusന്റെ Nord CE4 Lite എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ ഈ Nord CE4 Lite നോക്കുകയാണെങ്കിൽ Snapdragon 695ന്റെ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിപ്സെറ്റ് എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിന് 20,000 റുപ്പീസ് ആണ്. ആ ഒരു പ്രൈസിന് 4K റെക്കോർഡിംഗ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്തില്ല. അത് കുഴപ്പമില്ലെന്ന് പറയാം, 4K വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ 4K അല്ലെങ്കിൽ HDR വീഡിയോസ് ഒന്നും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ഫോൺ കേപ്പബിൾ ആണ്, അതായത് ഡിസ്പ്ലേ വൈസ് കേപ്പബിൾ ആണ്. എന്നാൽ ചിപ്സെറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഫോൺ വളരെ പെർഫോമൻസ് ബാക്കിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഇതിനെക്കാട്ടും മച്ച് ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അവൈലബിൾ ആണ്. കാരണം മോട്ടറോള പോലത്തെ ബ്രാൻഡ്സ് 10,000 രൂപയ്ക്കും ഇതേ സെയിം ചിപ്സെറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. അതായത് മോട്ടറോളയുടെ G34 എന്ന് പറയുന്ന ഡിവൈസിനും Snapdragon 695 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിപ്സെറ്റ് 20,000 റുപ്പീസിന് ഒട്ടും തന്നെ വರ್ತല്ല. ഇനിയിപ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ബ്രോ നമ്മൾ 4K വീഡിയോസ് ഒന്നും യൂട്യൂബിൽ കാണാറില്ല, അല്ലെങ്കിൽ 4K വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ബേസിക് ഫീച്ചറാണ്. കാരണം 15,000 രൂപയുടെ വേറെയും കുറേ ഫോൺസിലൊക്കെ നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ CMF Phone 1ലും 4K പ്ലേ ബാക്കും ഉണ്ട്, 4K റെക്കോർഡിംഗും ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് ഒക്കെ ആണെങ്കിൽ ബാങ്ക് ഓഫറൊക്കെ വെച്ച് 15,000 റുപ്പീസിന് മേടിക്കാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഐ ബട്ടണിൽ വീഡിയോ എടുത്തേക്കാം. അപ്പോൾ ഈ ഫോണിൽ 4K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20,000 റുപ്പീസിനുള്ള നോഡിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാത്തത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഫോൺ എന്ന് പറയുന്നത് നേരത്തെ മോട്ടറോളെ പൊക്കി പറഞ്ഞെങ്കിൽ ഇപ്പോൾ മോട്ടറോള എന്ന് താഴ്ത്തി പറയേണ്ട
പറയേണ്ട അവസ്ഥയാണ്. കാരണം മോട്ടറോളയുടെ G35 എന്ന് പറയുന്ന ഡിവൈസിലും സ്നാപ്ഡ്രാഗൺ 695ന്റെ പുതിയൊരു പേരാണ് കൊടുത്തിട്ടുള്ളത്. അതായത് സ്നാപ്ഡ്രാഗന്റെ 6S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് ഉണ്ട്. ആ ഒരു ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 695ന്റെ കുറച്ചൊന്ന് ഓവർ ക്ലോക്ക് ചെയ്തൊരു വെർഷനാണ്. ഈ ഫോണിലും 4K ഒന്നും പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ 4K വീഡിയോസ് എടുക്കാനും പറ്റത്തില്ല. പിന്നെ ഇതിന്റെ ക്യാമറ അത്യാവശ്യം നല്ലതാണ്. മാത്രമല്ല കർവ്ഡ് AMOLED ഡിസ്പ്ലേ 18,000 റുപ്പീസിന് മേടിക്കാൻ പറ്റും. അങ്ങനെ ആവശ്യമുള്ളവർക്ക് മേടിക്കാം. പക്ഷെ ഞാൻ ഈ ഒരു ഫോൺ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിന്റെ മെയിൻ റീസൺ ഈ ഒരു ഫോണിന്റെ ചിപ്സെറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ സാംസങ് ഫോൺ ഇല്ലാതെ എങ്ങനെയല്ലേ? സാംസങ് ഗാലക്സി M55 എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി F55 എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. F സീരീസ് നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലും M സീരീസ് ആമസോണിലാണ് സെയിൽസ് നടക്കുന്നത്. ആൻഡ് ഈ ഫോണും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ചിപ്സെറ്റ് മോശമാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് സാംസങ് ഫോൺസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്യാമറ പെർഫോമൻസ് ഈ ഡിവൈസുകളിൽ കാണാൻ പറ്റത്തില്ല. മാത്രമല്ല എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഫോൺ മൊത്തത്തിലൊരു ലാഗി എക്സ്പീരിയൻസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഞാൻ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിന് F55 ആയാലും ബെറ്റർ ഓപ്ഷൻസ് ഈ ഫോൺസിൻ്റെ ഒക്കെ പ്രൈസ് സെഗ്മെന്റിൽ മേടിക്കാൻ പറ്റും. അതൊക്കെ നോക്കുന്നതാണ് ബെറ്റർ. പിന്നെ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് വിവോന്റെ V30e എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ഈ ഫോൺ നോക്കുകയാണെങ്കിൽ ഞാൻ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇതിന്റെ പ്രൈസും 28,000 റുപ്പീസ് ആണ്. ഈ പ്രൈസ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും മച്ച് ബെറ്റർ ഡിവൈസുകൾ മേടിക്കാൻ പറ്റും. ഇതിന്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആണ്. ആൻഡ് 6 Gen 1 നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഒക്കെ നല്ല ബാക്കിലോട്ടാണ്. ഇതിനെയും കാട്ടൊക്കെ നല്ല പെർഫോമൻസ് ഉള്ള ഡിവൈസുകൾ മേടിക്കാൻ പറ്റും. അതൊക്കെ നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്ത ഫോൺസ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്ത ഫോൺസ് എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഫോൺസ് എന്നല്ല പറയുന്നത്. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൽ ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫോൺ യൂസ് ചെയ്യുക. എന്നാൽ നിങ്ങളൊരു പുതിയ ഫോൺ മേടിക്കാൻ പോവുകയാണ്, ഈ ഫോൺസ് ഒക്കെയാണ് മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ പ്ലീസ് അവോയ്ഡ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.